Hello everyone, welcome to Little Star Creation. ഇന്ന് നമുക്ക് ചുരിദാറിന്റെ പാൻസിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 38 ഇഞ്ച് ഇറക്കമുള്ള ഒരു ചുരിദാറിന്റെ പാൻസാണ് തയ്ക്കുന്നത്. 38 ഇഞ്ച് ഇറക്കമുള്ള ഇതിന്റെ അളവെടുക്കുന്നതിന്റെയൊക്കെ ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 38 ഇഞ്ച് ഇറക്കമുള്ള ഒരു ചുരിദാറിന്റെ പാൻസ് തയ്ക്കാൻ വേണ്ടി അതിന്റെ കൂടെ നമ്മൾ 4.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ പ്ലസ് ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് 38 ഇഞ്ച് പ്ലസ് 4.5 വരുമ്പം 42.5 ഇഞ്ച് വരും. ആ 42.5 ഇഞ്ചിൻ്റെ അന്ന് 10 ഇഞ്ച് മൈനസ് ചെയ്യണം. 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹിപ്പ് പോർഷൻ ഇങ്ങനെ വരും മുകളിൽ. അതിനുവേണ്ടി 10 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യാം. അതിനുശേഷം വരുന്നത് ബാക്കി 32.5 ഇഞ്ച്. ആ 32.5 ഇഞ്ച് നമുക്കിവിടെ അടി പീസ് നമ്മൾ ഏറ്റവും ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം മുകൾ പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പീസിന് ലെങ്ത് കുറയും. മുകളിൽ നമുക്ക് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പീസുകൾ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അടിയിലത്തുള്ള സാധാരണ നോർമൽ ചുരിദാറിന്റെ പാൻസിനകത്ത് അടിയിലത്തുള്ള ആ ഒരു പീസിനകത്ത് വേറെ എക്സ്ട്രാ പീസസ് ഒന്നും കട്ട് ചെയ്ത് ചേർക്കത്തില്ല സാധാരണ രീതിയിൽ. ഇനി ഇത് 32.5 ഇഞ്ച് നമുക്ക് ലെങ്ത് എടുക്കണം. ആദ്യമേ തന്നെ തുണിയെ നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിടണം. ഈ മടക്ക് ഭാഗം നമ്മുടെ വശത്തോട്ട് മടക്ക് ഭാഗം വരണം. ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ആ ഓപ്പൺ വരുന്ന സ്ഥലം അപ്പുറത്തെ സൈഡിൽ വരണം. നമ്മൾ കട്ട് ചെയ്യുന്ന ആളിരിക്കുന്നതിന്റെ ആ ഭാഗത്തോട്ട് വേണം നമ്മുടെ മടക്ക് വശം വരേണ്ടത്. ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അടിഭാഗത്തിന്റെ ഫുൾ ലെങ്ത് എടുക്കേണ്ടത് 32.5 ഇഞ്ച് നമുക്ക് എടുക്കേണ്ടത്. 32.5 കറക്റ്റ് 32.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ടേപ്പ് നീക്കി വെച്ചിട്ട് നമുക്ക് 32.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടോ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് വണ്ണം ഒരു 23 ഇഞ്ച് ഹിപ്പ് വണ്ണം വരുന്ന രീതിയിലുള്ള ഒരു പാൻസ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പൊ 23 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് 25 ഇഞ്ച് വരും നമ്മുടെ ഒരു ഹിപ്പാണ്. 23 എന്ന് പറയുമ്പോൾ ടോട്ടലി വരുമ്പോൾ 23 46 ഇഞ്ച് വരും നമ്മുടെ ടോട്ടലി ഹിപ്പ് വണ്ണം വരുന്നത്. ഇപ്പൊ 23 അതിന്റെ വൺ സൈഡിന്റെ വരുന്നതാ. 23ന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കുമ്പോഴത്തേക്ക് 25 ഇഞ്ച് വരും. 25ന്റെ നേരെ ഹാഫ് എടുക്കുമ്പോൾ 12.5 ഇഞ്ച്. അതാ നമ്മുടെ മുകൾ ഭാഗത്തെ വണ്ണം വരുന്നത്. 12.5 ഇഞ്ചിന്റെ കൂട്ടത്തിൽ 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കണം നമ്മൾ അടി പീസിന്. കാരണം അത്രയും പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 12.5 ഇഞ്ചും 5 ഇഞ്ച് എക്സ്ട്രായും കൂടെ എടുത്തിട്ട് 17.5 ഇഞ്ച്. അപ്പൊ നമ്മൾ അടിഭാഗത്തെ വണ്ണം 17.5 ഇഞ്ച് എടുക്കണം. 17.5 ഇഞ്ച് അടിഭാഗത്തെ വണ്ണം എടുക്കണം. ആ ഒരു വണ്ണത്തിൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് ഒരു 10 ഇഞ്ച് താഴെയിലോട്ട് ടേപ്പ് വെച്ച് ഒരു 10 ഇഞ്ച് കറക്റ്റ് 10 ഇഞ്ച് താഴ്ചയിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്യണം. 17.5 തന്നെയാണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും 17.5 തന്നെയാണോ വരുന്നതെന്ന്. 17.5 കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് മാറി വരും. 17.5 ഇഞ്ച് ഇങ്ങനെ നമ്മളൊരു മാർക്കിംഗ് ചെയ്യണം. മാർക്കിംഗ് ചെയ്തതിന് ശേഷം ഈ മുകളിൽ ആദ്യമേ നമ്മൾ മാർക്കിംഗ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇനി നമുക്ക് അടിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ വരുന്ന റൗണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചിലർക്ക് ഒരുപാട് ലൂസ് ഉള്ളത് ഇഷ്ടമായിരിക്കത്തില്ല, ചിലർക്ക് തോനെ ലൂസ് ഉള്ളത് ഇഷ്ടമായിരിക്കും. നമുക്കിവിടെ ഒരു മീഡിയം നമുക്ക് നോക്കാം. ഒരു 7.5 ഇഞ്ച് നോർമലി ഒരു 7.5 ഇഞ്ച് എടുക്കാം. 7.5 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് 7.5 ഇഞ്ച് അളവ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് സീം അലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് 8.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ചുരിദാറിൻ്റെ പാൻസിൻ്റെ അടിഭാഗത്തെ പീസ് വരുന്നത്. ഇനി ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിലൂടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 4 പോർഷനാണ്. ഇവിടെ തുണിയുടെ ഒരു 4 ഭാഗം വരുന്നത്. 1 2 3 4 തുണി നമ്മൾ 4ആയിട്ട് മടക്കണം. ആദ്യമേ ഒന്ന് മടക്കണം, പിന്നെ ഒന്നും കൂടെ മടക്കണം. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് വേണം തുണി ഇങ്ങനെ ഇടുന്നത്. ഇപ്പം നമ്മുടെ പാൻസിൻ്റെ അടിഭാഗത്തെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഹിപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഹിപ്പിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് വേണം നമ്മൾ അതിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. 10 ഇഞ്ച് ലെങ്ത്
പിന്നെ ഇതും ആ 4 മടക്കിൻ്റെ തുണി നമ്മൾ അത് മടക്കിയിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ തുണി ഇട്ടിട്ട് നമ്മളിത് മടക്കുന്നത്, ഇത് കട്ട് ചെയ്യുന്നത്. ഇവിടെ 10 ഇഞ്ച് നമുക്ക് ഇറക്കം എടുക്കാം. 10 ഇഞ്ച് ഇറക്കം എടുക്കാം. ഇതിൻ്റെ വണ്ണം നമുക്ക് 12.5 ഇഞ്ച് എടുക്കാം. ഒന്നും 12.5 ഇഞ്ച് എടുത്ത് രണ്ടും കൂടെ വരച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് കാണുന്നുണ്ടായിരിക്കും, ചോക്ക് ഇത്രയൊക്കെ തെളിയുന്നുള്ളൂ. ഇനി ആ വരച്ച ലൈനിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഹിപ്പ് പോർഷൻ്റെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നൂത്തുമ്പം ഇങ്ങനെ വരും. 2 മടക്കിലുള്ള 2 പീസ് തുണികൾ. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഹിപ്പ് പോർഷനിൽ നിന്ന് തയ്ച്ചു തുടങ്ങാം. ഹിപ്പ് പോർഷൻ ഇപ്പോൾ ഈ രണ്ട് പീസുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ നമുക്ക് വള്ളി ഇടാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഹോൾ നമുക്ക് ആദ്യമേ തയ്ച്ചെടുക്കാം. അതിനുവേണ്ടി ഈ 2 തുണികൾ ആദ്യമേ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴോട്ട് ഒരു 2 ഇഞ്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി അങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് തയ്ച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ അതിനുശേഷം ഇവിടുന്ന് തയ്ച്ച് താഴോട്ട് പോകണം. ആ രീതിയിൽ വേണം തയ്ക്കാൻ തുടങ്ങേണ്ടത്. നമ്മളങ്ങനെ 2ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലം നമ്മൾ തയ്യലില്ലാതെ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ 2ആയിട്ട് വിടർത്തി കഴിഞ്ഞ് ഈ ഒരു പീസ് ഒരു സൈഡിലോട്ടുള്ളത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മടക്ക് മടക്കി ഒന്നുകൂടെ മടക്കിയിട്ട് പതിച്ചടിച്ചെടുക്കാം. ഈ രീതിയിൽ ഇങ്ങോട്ടും പതിച്ചടിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും അങ്ങനെ തന്നെ ഇങ്ങനെ തുണി ഇങ്ങനെ പതിച്ചടിച്ചെടുക്കണം. മൊത്തത്തിൽ നമ്മളങ്ങനെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. പതിച്ചടിച്ചെടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്ഥലം ഇവിടെ തയ്യലില്ലാതെ വിട്ടേക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമുക്ക് ഹോളായിട്ട് വരും. നമ്മൾ പാക്ക് ചെയ്ത് തയ്ക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹോളായിട്ട് ഇങ്ങനെ വരും. നമ്മളിത് ഇങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് ഇതിലൂടെ നമുക്ക് വള്ളി വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ മേളിലുള്ള ഭാഗമെല്ലാം പാക്കായിരിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ മറു സൈഡുണ്ടല്ലോ, ആ സൈഡും കൂടി ഇനി ചേർത്തടിക്കാം. ഇത് ചേർത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളി ഇടാനുള്ള ആ ഒരു ഭാഗം തയ്ച്ചെടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വള്ളി ഇടാനുള്ള ആ ഒരു ഭാഗം മടക്കി തയ്ച്ചെടുക്കാം. ആദ്യമേ ഇങ്ങനെ ഒരു മടക്ക് മടക്കണം, പിന്നെ ഒന്നുകൂടെ മടക്കണം. 2 മടക്കാവും. ഫ്രണ്ടിൽ കറക്റ്റ് ഫ്രണ്ട് ഭാഗത്ത് നമുക്കിങ്ങനെ ഈ ഹോള് വരണം. ആ രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി ഇനി ഇതിങ്ങനെ റൗണ്ടിൽ ഫുള്ള് റൗണ്ടിൽ തയ്ച്ച് വരണം. നമ്മൾ ഹിപ്പ് പോർഷൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ അടിഭാഗമായിട്ട് ജോയിൻ ചെയ്യണം. അതിന് അടിഭാഗത്തുള്ള തുണി എടുത്തിട്ട് നമുക്കിനി ഇത് തയ്ച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അടിഭാഗത്തേക്കുള്ള തുണി എടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യമേ നമ്മുടെ തുണിയുടെ ഏറ്റവും ബോട്ടമിൽ റൗണ്ട് വരുമല്ലോ, അതെടുക്കണം. ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റിപ്പ് പേപ്പർ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഈ നെക്കിനൊക്കെ തയ്ക്കാൻ എടുത്ത ആ ഒരു ക്യാൻവാസ് പേപ്പർ ഉണ്ടല്ലോ, സ്റ്റിഫ് പേപ്പർ, ക്യാൻവാസ് പേപ്പർ എന്നൊക്കെ പറയും. ഈ ഒരു പേപ്പർ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കും. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ചുമ്മാ അത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. നമുക്കിത് ജോയിൻ ചെയ്ത് തയ്ച്ചു പോകാം. തുണി നേരെ വെച്ച്
തുണിയിലോട്ട് തന്നെ അതിന് വേറെ അങ്ങനെ ജോയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ട് നമുക്കങ്ങ് തയ്ച്ച് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണിക്ക് സ്റ്റിഫ് പേപ്പറിനകത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു മടക്കി ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കാം. നമ്മുടെ ബോട്ടം റൗണ്ടിന് അന്നേരം ഒരു കട്ടി കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു പോകാം. നമ്മൾ അത് 2 മടക്ക് മടക്കിയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 റൗണ്ട് 2-3 സ്റ്റിച്ചുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസിൻ്റെയും ബോട്ടം റൗണ്ട് തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ 2 ബോട്ടം റൗണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം. നമ്മൾ ആദ്യമേ ഇതിൻ്റെ നല്ല വശവും മടക്കുള്ളത് അകത്ത് പോകണം. ഇത് വെളിയിൽ കാണുന്നത് ഇതിൻ്റെ നല്ല വശവും അടുത്ത ബോട്ടം റൗണ്ടിൻ്റെ നല്ല വശവും. ഇതിൻ്റെ 2 തുണിയുടെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ചാക്കി പിടിച്ച് മേളറ്റം വരെ കൊണ്ടുവരണം. മേളറ്റം വരെ കൊണ്ടുവന്നിട്ട് മേളത്തുള്ള ഈ തുണികൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. മേളിൽ വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 10 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തായിരുന്നല്ലോ. ആ 10 ഇഞ്ച് ഇറക്കത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 2 ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ അടിഭാഗത്തേക്കുള്ള തുണി എടുത്തതിന് അന്ന് ഒരു 10 ഇഞ്ച് വീതം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ആ 2 ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യണം. 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തിയെടുക്കണം. നിവർത്തിയെടുക്കുമ്പം ഈ രീതിയിൽ വരണം. നടുക്ക് നമ്മുടെ ഈ ജോയിൻ്റ് ചെയ്ത പീസുകൾ ഇങ്ങനെ നടുക്ക് വരും. ഈ രീതിയിൽ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇവിടെ തമ്മിൽ ജോയിൻ്റ് ആവും. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 2 കാലുകൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ വി ഷേപ്പിൽ തയ്ച്ചെടുക്കാം. നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഇവിടെ ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കിങ്ങനെ ചേർത്ത് തയ്ച്ചെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഷേപ്പിലുള്ളത് ആ ഒരു എലൈൻ പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കണം. ജോയിൻ ചെയ്തെടുക്കണമേ. നമ്മൾ 2 പീസും ഇപ്പം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ തമ്മിൽ ജോയിൻ ചെയ്യും. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ അടിയിലത്തുള്ള പീസിൻ്റെ അന്ന് കുറേ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. കുറേ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ നമുക്കത് കറക്റ്റായിട്ട് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു അടിയിലത്തുള്ള പീസിൻ്റെ നേരെ ഇങ്ങനെ കറക്റ്റ് നേരെ പിടിച്ചതിന് ശേഷം ഈ തയ്യലുകൾ ഒരേപോലെ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നു ഇതിൻ്റെ ഈ പാൻസിൻ്റെ അടിഭാഗം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇവിടെ നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ മൊത്തം നമുക്ക് പ്ലീറ്റ് ഇടാം. മറ്റേ സൈഡ് അങ്ങനെ കാലിയാക്കി ഇടാം. ഈ പ്ലീറ്റ് വരുന്നത് ഫ്രണ്ടിൽ വരും. അല്ലാതെ പ്ലീറ്റ് ഇല്ലാതെ വരുന്ന ഭാഗങ്ങൾ മുഴുവനും പുറകിലോട്ടും വരും. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ആ 2 സൈഡിൽ ഒരു മാർക്കിംഗ് കൊടുത്തിരുന്നല്ലോ. ആ മാർക്കിംഗ് കൊടുത്തിരുന്നതിൻ്റെ ഒരു സൈഡിൽ മുഴുവനും ഇതേമാതിരി പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ് അതേപോലെ അങ്ങ് വിട്ടു. ഇനി നമ്മൾ മുകളിലുള്ള
ഹിപ്പ് പോർഷൻ ആദ്യമേ നമ്മൾ തയ്ച്ച് വെച്ചിരുന്നല്ലോ, ആ തയ്ച്ച് വെച്ചിരുന്നതിൻ്റെ ഇത് നല്ല വശം വരുന്നത്. ഇതിൻ്റെ ഈ നല്ല വശവും ഇതിൻ്റെ അടിയിലുള്ള പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെക്കണം. ഇതാ നല്ല വശം ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഒരേപോലെ ചേർത്ത് വെക്കണം. തയ്ക്കുമ്പോൾ തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ നമുക്ക് തയ്യൽ കാണുമ്പോൾ അറിയാലോ, ഇത് അതിൻ്റെ നല്ല വശം, ഇതിൻ്റെയും നല്ല വശം. ഈ രണ്ട് നല്ല വശങ്ങളോട് ചേർത്ത് ഈ പ്ലീറ്റുള്ള ഭാഗത്തിൻ്റെ നേരെ മിഡിൽ പോർഷൻ എടുക്കണം. അതുപോലെ തന്നെ മുകളിലുള്ള ഹിപ്പ് പീസിൻ്റെയും നേരെ മിഡിൽ പോർഷൻ എടുക്കണം. ഇത് രണ്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ തയ്ച്ച് പോകാം. ഇങ്ങനെ തയ്ച്ച് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ട് ചേർക്കാം. ഇത് തയ്ക്കുന്ന സമയത്ത് അഥവാ ഇനി താഴത്തുള്ള നമുക്ക് ഇച്ചിരി വലുതായിട്ട് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ 1-2 പ്ലേറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ തയ്ച്ച് പോയാൽ മതി. ഇത് കുറവാണെന്നെങ്കിൽ 1-2 പ്ലേറ്റ് അഴിച്ചിട്ട് കൊടുക്കാം. കൂടുതലാണെങ്കിൽ 1-2 പ്ലേറ്റ് എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് തയ്ച്ച് ഫുള്ള് റൗണ്ട് തയ്ച്ചെടുക്കാം. അങ്ങനെ അത് മുഴുവൻ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ പതിച്ചടിച്ചെടുക്കണം. ആ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മൊത്തം ഇങ്ങനെ ചേർത്ത് പതിച്ചടിച്ചെടുക്കണം. നമ്മുടെ പാൻസിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ ആ കറക്റ്റ് അത്രയും ആ പകുതി എടുത്തിട്ട് പ്ലീറ്റ് ഇട്ടപ്പം കറക്റ്റ് ആ ഫ്രണ്ട് ഭാഗത്ത് അത്രയും കവർ ആവുന്ന രീതിയിൽ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പ്ലീറ്റുകളോ വലിയ പ്ലീറ്റുകളോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു അളവിലെടുത്ത് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 16 ഇഞ്ചിൽ വന്ന് 15-16 ഇഞ്ചിൽ മീഡിയം ഈ ഒരു അളവിലാണ് വരുന്നത്. 16 ഇഞ്ചിലാണ് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് വരുന്നത്. അപ്പം നമുക്കിങ്ങനെ പിടിക്കുകയോ അങ്ങനെയൊന്നും വരുന്നില്ല. കറക്റ്റ് നമ്മുടെ പാകത്തിന് തന്നെ നമുക്കൊരു പാൻസ് തയ്ച്ചെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൊരു പാൻസിൻ്റെ തയ്യൽ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ബൈ.